ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷൻ ആണ്. ലാലറ്റിന്റെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ. ഒരുപാട് സ്പെഷ്യൽ അപ്ഡേറ്റ്സുകൾ വന്നിട്ടുണ്ട്. യെസ്, ഏതൊക്കെ എന്നുള്ളത് കണ്ണപ്പ, വൃഷഭ, ഹൃദയപൂർവ്വം അത്രേ ഉള്ളൂ അല്ലേ. പിന്നെ പുതിയതായിട്ട് 2 അനൗൺസ്മെന്റ് ഉണ്ടാവും എന്നുള്ള രീതിയിൽ ന്യൂസ് ഉണ്ടായിരുന്നു. പക്ഷേ രണ്ടും വന്നില്ല. രാവിലത്തെ പോക്ക് കണ്ടപ്പോഴേ തോന്നി അതാണ്, ഒരു സാധനം വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒക്കെ അറിയാൻ പറ്റുള്ളൂ ഇന്ന ടൈമിലേക്കൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ ഒരു സംഭവം ഇല്ലായിരുന്നു. പിന്നെ ഒരു വലിയൊരു സംഭവത്തിന്റെ അപ്ഡേറ്റ് ഉണ്ടായിരുന്നു. ബിഗ് ബോസ് സീസൺ 7 ലാലേട്ടാ ഈ ഒരു സമയത്ത് തന്നെ ബർത്ത്ഡേക്ക് തന്നെ കൊണ്ടുപോയിട്ട് അങ്ങ് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം. ലാലേട്ട തുടരണം, പക്ഷെ ഇത് ഒരിക്കലും തുടരുത് എന്നാണ് കമന്റ്സ് അങ്ങനെയാണ് വന്നിട്ടുള്ളത്. അതൊരു സത്യമായിട്ടുള്ള കാര്യമായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പൊ നല്ലൊരു ടൈമായിരുന്നു. ഈ ലാലേട്ടൻ സ്നേഹിക്കുന്നവരെന്തായാലും അതേ പറയുള്ളൂ. Yes. കാരണം വെറുതെ ഊക്ക് കിട്ടുമ്പോ അത് സഹിക്കാൻ പറ്റില്ല. ഈ ഹേറ്റേഴ്സ് മൂപ്പര് കുറച്ചും കൂടി അങ്ങ് വാങ്ങി കൂട്ടട്ടെ എന്ന് കരുതുന്നവർ ലാലേട്ടാ അടിപൊളി എന്ന് പറഞ്ഞ് അങ്ങ് എൻകറേജ് ചെയ്തോളൂ. എന്താണെങ്കിലും ഇനിയപ്പോ എയറിലായിരിക്കും എന്നാണ് പല കമന്റുകളും. അതെ, ബിഗ് ബോസിന്റെ കാര്യത്തില് അത് നല്ല രീതിയിൽ ഓളം സൃഷ്ടിച്ച് വന്നതാ. അതല്ല, ഇനി വേറെ കാര്യമുണ്ട്. എൻ്റെ ഒരു ചിന്താഗതിയാണ്. ഇപ്പോൾ അതായത് ലാലേട്ടൻ കരുതുന്നുണ്ടോ, തെറ്റിദ്ധരിച്ച് വെച്ചിട്ടുണ്ടോ ബിഗ് ബോസിലൂടെ ഉള്ള ഫാമിലി സപ്പോർട്ട് ഒക്കെ സിനിമ ഈ രീതിയിൽ ഇപ്പോൾ സ്ലീപ്പർ സെല്ല് ഉണരുക പറഞ്ഞിട്ടുണ്ടല്ലോ, നല്ലൊരു അഭിപ്രായം കിട്ടുമ്പോൾ ആ രീതിയിൽ തിയേറ്ററിലേക്ക് വരുന്നത്, അങ്ങനെ എന്തായാലും ലാലേട്ടൻ കരുതി വെച്ചിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നില്ല ലാലേട്ടന്റെ ചിന്തയിൽ അങ്ങനത്തെ ഒരു സാധനം ഉണ്ടെന്ന്. ഈ ബിഗ് ബോസ് വരുന്നതിന് മുന്നേ ഇങ്ങേർക്ക് ഈ സ്ലീപ്പർ സെല്ല് ഉണ്ടായിരുന്നു. ലാലേട്ടൻ ചെയ്തു വെച്ച സിനിമ അല്ലേ, അതിൽ നിന്നാണ് ആൾക്ക് ഈ ലെവലിലുള്ള ഫാൻസ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ അത് ലാലേട്ടൻ തിരിച്ചറിയണം. ഓക്കെ, എന്തായാലും കണ്ണപ്പ സിനിമയുടെ അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ആദ്യം ഒരു ബർത്ത്ഡേ വിഷസ് അറിയിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്ററാണ് വന്നുള്ളത്. ഈ പോസ്റ്റർ കണ്ടിട്ട് എന്ത് തോന്നുന്നു സുഹൃത്തെ? എന്ത് തോന്നാനാ, അന്ന് തോന്നിയതുപോലൊക്കെ തന്നെ ഉള്ളൂ. അന്ന് തോന്നിയ എന്താണോ അത് തന്നെ എപ്പോഴുള്ളൂ. ഹാപ്പി ബർത്ത്ഡേ ടു ദി ലെജൻഡറി ലാലേട്ടൻ മോഹൻലാൽ. അത് കൊള്ളാലോ. ജൂൺ 27 സിനിമ റിലീസിന് എത്തുന്നത് കേട്ടോ. അതെ, പോസ്റ്റർ കുഴപ്പമൊന്നുമില്ല. ഇതിന്റെ ഒരു വീഡിയോ ഉണ്ട് കേട്ടോ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ആ വീഡിയോ കാണാം. അത് കുറച്ച് ഒരു രസമായിട്ട് തോന്നി. ഓക്കെ, എനിക്ക് ചെറിയൊരു പ്രതീക്ഷയൊക്കെ ഉണ്ട്. കാരണം കാമിയോ അല്ലേ, കാരണം എന്തെങ്കിലും ലാലേട്ടന്റെ ഭാഗം ക്ലിയർ ആക്കി അത്രേ ഉള്ളൂ. ഓക്കെ, ആ മുഖത്തുള്ള സംഭവങ്ങൾ കുറച്ച് കുറക്കായിരുന്നു അല്ലേ, ആ വരച്ചതൊക്കെ സ്ലോ മോഷനിൽ ഇട്ടത് ഭയങ്കര രസം. നടന്നു രസമുണ്ട്. എനിക്ക് ഈ കോസ്റ്റ്യൂം കാണുമ്പോഴേ എന്തോ പോലെ തോന്നിപ്പോ. കോസ്റ്റ്യൂമാണ് ഭയങ്കര എന്തോ ഒരു സുഖം കിട്ടുന്നില്ല. അതെ, ഓക്കെ. എനിക്ക് ഈ നെറ്റിയിലൊക്കെ ഉള്ള വരകള് പിന്നെ ചിലപ്പോ അവരുടെ സിമ്പിൾസ് അങ്ങനെയുള്ള സാധനങ്ങളോ ആണോ എന്ന് അറിഞ്ഞുകൂടല്ലോ. എന്നാലും ഒന്ന് തെളിച്ചമില്ലാത്ത രീതിയിൽ ഒരു മങ്ങിയ രീതിയിലല്ലേ ഇത് കരി വെച്ച് ഫേസ് ഒക്കെ ഒരു ആ രീതിയിൽ, അതായത് ലാലേട്ടന്റെ മുഖത്തിന്റെ രീതിയിലല്ല നമുക്ക് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ വരച്ചത് കൊണ്ട് ചെറിയൊരു മാറ്റമൊക്കെ ഫീൽ ചെയ്യുന്നു. ഓക്കെ, എന്തായാലും നല്ല രീതിയിൽ വരട്ടെ. ഇനി ഈ ഒരു പോർഷൻ വളരെ മോശമാണെങ്കിൽ സിനിമ പരാജയപ്പെട്ടെന്നും കൂടി ആശംസിക്കുന്നു. കുറച്ച് ആൾക്കാരല്ലേ കാണുള്ളൂ. അത് നന്നായി. ഏതായാലും ഇല്ലെങ്കിൽ അതൊരു സത്യം ഹിറ്റായി കഴിഞ്ഞാൽ എല്ലാവരും പോയി കാണും, ലാലേട്ടനെ എടുത്തിട്ട് ഊക്കും. അത് വേണ്ട, അത് ശരിയല്ല, അത് നടക്കൂല, അംഗീകരിക്കൂല. അതുകൊണ്ട് സിനിമയും മോശമാവട്ടെ. അത് ലാലേട്ടന്റെ ആ ഭാഗം മോശമാണെങ്കിൽ മാത്രം കേട്ടോ. ലാലേട്ടന്റെ ഭാഗം അടിപൊളിയാണെങ്കിൽ സിനിമ ഹിറ്റ് ആവട്ടെ, അത്രേ ഉള്ളൂ. ഓക്കെ, അടുത്തതായിട്ട് വന്ന ഒരു അപ്ഡേറ്റ് ഹൃദയപൂർവ്വത്തിൻ്റെയാണ്. ഫസ്റ്റ് ലുക്ക് പോസ്റ്ററുമാണ്. പിന്നെ ജന്മദിനാശംസകളും എഴുതിയിട്ടുണ്ട്. 3 പേര് ഒരുമിച്ചുള്ള ഒരു പോസ്റ്ററാണ്. ലാലേട്ടനും അമൽ ഡേവിസും പിന്നെ മാളവിക മോഹനും. ഓക്കെ, ഈ ടൈറ്റിലാണോ ലാലേട്ടന്റെ ഹാൻഡ് റൈറ്റിംഗ് ആണെന്ന് പറഞ്ഞത്? ഹൃദയപൂർവ്വം ലാലേട്ടനെ എഴുതി കൊടുക്കാറില്ലേ ഹൃദയപൂർവ്വം? ആ ടൈറ്റിലിന് ആ ഹാൻഡ് റൈറ്റിംഗ് ആണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. കൊള്ളാം, അത് ഗംഭീരമായിട്ടുണ്ട്. അല്ലെങ്കിൽ ആളുടെ എഴുത്തിന്റെ രീതി ഭയങ്കര രസമാണ്. നമ്മൾ ഈ ഫോണ്ട് സ്റ്റൈല് നമ്മളിങ്ങനെ തിരഞ്ഞെടുക്കുമ്പോഴേ ഈ ഭയങ്കര ബോൾഡായിട്ടുള്ള അല്ലാത്തത് എല്ലാം എടുക്കൂലേ, ഈ സ്ലിം ആയിട്ടുള്ള ടൈപ്പ്, അത് മൊത്തം ഈ ഒരു രീതി എഴുതുമ്പോൾ ഭയങ്കര ഭംഗിയാണ്. ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ പുതിയ ലിപിയിലായിരിക്കൂല ലാലേട്ടൻ്റെ ഒക്കെ ആ ടൈമിലുണ്ടായിരുന്ന സാധനം വരുന്നത്. അത് കൂട്ടക്ഷരങ്ങളാണ് കൂടുതൽ.
ആ സാധനങ്ങളാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. അത് ഭയങ്കര രസമാണ്. പൂർവ്വത്തിന്റെ ആ മുകളിലുള്ള വാന്റെ മുകളിലുള്ള അക്ഷരത്തിന് കുറച്ച് കടുപ്പം കൂടി പോയിട്ടോ. വരണ്ട അതാണ് അല്ലേ പലരും എവിടെ ഇത് അക്ഷരത്തിട്ടുണ്ടല്ലോ എവിടെ അവിടെ ഒരു സാധനം കണ്ടോ, ഒരു കോമ. പിന്നെ ലവ് ചിഹ്നാണ് വംത്തിന്റെ 0. ഓക്കെ. സത്യനന്ദിക്കാട് സംവിധാനം ചെയ്യുന്ന സിനിമ എന്തായാലും നല്ലൊരു സിനിമയാവട്ടെ. പിന്നെ ഇതിനൊരു എക്സൈറ്റ്മെന്റ് ഇല്ല, കാരണം ഈ ലുക്കിലുള്ളതെല്ലാം നമ്മൾ ഓൾറെഡി ഇതിന്റെ സ്റ്റിൽസ് അങ്ങനെ പുറത്തു വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് ഫസ്റ്റ് ലുക്ക് കാണാനൊരു ഒരു എക്സൈറ്റ്മെന്റും ഇല്ല. ഇത് നമ്മൾ ശരിക്കും ഹൃദയപൂർവ്വത്തിന്റെ ഒക്കെ ഓൾറെഡി കുറെ സ്റ്റിൽ വന്നുകൊണ്ട് ഇതിന്റെ ഒരു ഫസ്റ്റ് ലുക്ക് ഒന്നും ആരും പ്രതീക്ഷിക്കുന്നില്ല, കാണാൻ ആഗ്രഹിക്കും. കാരണം എല്ലാം നമ്മൾ കണ്ടത്. എന്തായാലും അടുത്തത് വൃഷഭ. ഒരു പോസ്റ്റർ ഗംഭീര സാധനം കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇതും വേണമെങ്കിൽ മറ്റും തമ്മിലുള്ളതിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിനകത്തെ കോസ്റ്റ്യൂമിലേ നമുക്ക് ഭയങ്കര ഇത് കിട്ടുമ്പോ തന്നെ ഒരു ഇതിൽ കിട്ടുന്നുണ്ട്. ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കിരാതൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല, കാരണം അത് അങ്ങനത്തെ അത് അംഗീകരിക്കുന്നു. പക്ഷെ എങ്കിലും കുറച്ച് കടുപ്പം കുറയ്ക്കായിരുന്നു. നായകനാണല്ലോ, നമ്മുടെ ആളാണല്ലോ, അപ്പൊ ആൾക്ക് ഒരു കുറച്ചെങ്കിലും ഒക്കെ ഒരു ലുക്കിലൊരു ഇത് കൊടുക്കണ്ടേ. ഇത് ഗംഭീരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ പടച്ചട്ടി, പിന്നെ ആ ഒരു ഇരിക്കുന്ന ഒരു സാധനത്തിന് അതൊക്കെ ഭയങ്കരമായിട്ടുണ്ട്. ഭയങ്കര എഫക്റ്റ് ഉണ്ട് ആ സാധനം കാണാൻ. ഹെയർ ഇങ്ങനെ പാറി പറക്കുന്നത് പോലുള്ള ലുക്കും ശരിക്കും ഒരു കിടിലൻ രാജാവിനെ ആ ഒരു വൈബ് പിടിച്ചിരിക്കുന്ന രീതി ഉണ്ടോ, നെഞ്ചോട് ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഇങ്ങനെ, അതും താഴത്തേക്ക് ഇങ്ങനെ പിടിച്ച്. എന്തൊരു സാധനം മുതലാണ് കേട്ടോ. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൽ നെഗറ്റീവായിട്ട് കുറെ ആൾക്കാർ എന്തൊക്കെയാ പറയുന്നൊക്കെ കമന്റ്സ് കണ്ടു. മെഴുക് പ്രതിമ എന്താണ് മെഴുക് കൊണ്ട് അങ്ങനെ എന്തൊക്കെയാ പറഞ്ഞിട്ടൊക്കെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തില്ല നെഗറ്റീവായിട്ട്. എന്താ ഓയിൽ തേച്ച് വെച്ചിട്ടുണ്ടെന്നോ, അതായത് എല്ലാത്തിനും ഒരു ഓയിൽ ടച്ച് ഉണ്ടെന്നോ അങ്ങനെ എന്തൊക്കെയാ പറഞ്ഞിട്ട് കുറെ കമന്റ്സ്. ഈ കളർ ഗ്രേഡിനെ കുറിച്ചിട്ടായിരിക്കും ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിപ്പോ അങ്ങനത്തെ ഒരു സാധനമല്ല ചെയ്യേണ്ടത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഭയങ്കര സൂപ്പറായിട്ട് ഫീൽ ചെയ്ത്. അതായത് ഒരു പ്രൗഢി ഒക്കെ ഉണ്ട്, രാജകീയമായിട്ടുള്ള സാധനം. പിന്നെ പ്രൊഡക്ഷൻ ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അതെ, കാശ് മുടക്കിയത് അറിയാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവും അതായത് തട്ടിക്കൂട്ടാണോ പടച്ചട്ടൊക്കെ ആ രീതിയിലുള്ള സാധനം. അപ്പുറത്തുണ്ട് വള്ളിയും കൊണ്ട് കെട്ടി വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ ഇവിടെ കണ്ടോ, കണ്ടോ ഈ ഷോൾഡറിലുള്ള സാധനം, അതൊക്കെ അടിപൊളി സാധനമാണ്. അങ്ങനത്തെ വർക്കുകളൊക്കെ ഭയങ്കരമാണ്. എനിക്ക് അടിപൊളിയായിട്ട് ഫീൽ ചെയ്തു. ഓക്കെ, ഇതിന്റെ ഒരു മോഷൻ പോസ്റ്റർ ഉണ്ട്. ഓക്കെ, സാധാരണ ആ പിടിച്ചേക്കുന്നതിന്റെ ഒരു വേറെ ഒരു സിമ്പിൾ ഇങ്ങോട്ട് വന്നിരുന്നല്ലോ. ഇതിന്റെ കണ്ടന്റ് ആണ് ഏറ്റവും വലിയ സംഭവം. അതായത് ഒരു കാലത്ത് മുജ്ജന്മ ശത്രുക്കളായിരുന്ന 2 പേര് ഇപ്പോ അച്ഛനും മകനുമായിട്ട് വന്നാൽ എങ്ങനെ ഉണ്ടാവും? അതാണ് കുറെ വർഷങ്ങൾക്ക് ശേഷം, ഇന്നത്തെ കാലഘട്ടത്തിലായിരിക്കാം, അവര് അച്ഛനും മകനുമായിട്ട് ജനിക്കുകയാണ്. പൂർവ്വ വൈജികളായിരുന്ന ആൾക്കാർ. അതെന്തായിരിക്കും അല്ലേ? ഇതെന്തായാലും ഒരു അതായത് ഇപ്പോ നമ്മുടെ മഗധീരയൊക്കെ പറഞ്ഞ പോലെ ആയിരിക്കും. ആ കാലഘട്ടത്തിലേക്കും പോകുന്നുണ്ടാവും. പുതിയതുകൊണ്ട് അതുണ്ടല്ലോ. അത് ഇതിന്റെ ഷൂട്ട് ഫിനിഷ് ചെയ്ത ദിവസം കണ്ടില്ലേ, ലാലേട്ടൻ സ്യൂട്ടൊക്കെ ഇട്ടിട്ട്. അപ്പൊ അതായത് ഇന്ന് നല്ല സ്നേഹത്തിലുള്ളവർ ഇവർ രണ്ടുപേരും അന്ന് ശത്രുക്കളായിരുന്നു എന്നുള്ള തിരിച്ചറിയുന്ന സമയത്ത് അതിനെ എങ്ങനെയൊക്കെ സ്വാധീനിക്കും, അങ്ങനെ അതൊക്കെ എന്തൊക്കെ ഉണ്ടാവും. സംഭവം നല്ല സാധനമാണ്. അല്ലെ ഇനി ഇവര് അച്ഛനും മകനും തമ്മിൽ ചേരുന്നില്ല എന്നുള്ള രീതിയിലാണോ കഥ കൊണ്ടുപോകുന്നത്, എന്നിട്ട് അതുകൊണ്ട് അതെന്താണെന്നുള്ളതിലേക്കാ പോകണേനോ എങ്ങനെയാന്ന് നമുക്ക് അറിഞ്ഞുകൂടല്ലോ. എന്താണെങ്കിലും ഗംഭീരമായിരിക്കും. ഗംഭീരമാവട്ടെ, പിന്നല്ല തീർച്ചയായിട്ടും. അപ്പൊ എന്താണേലും നല്ല സിനിമകൾ തന്നെ ആവട്ടെ. എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. കണ്ണപ്പ അങ്ങനെയല്ല, ലാലേട്ടൻ്റെത് മോശമാണെങ്കിൽ സിനിമയും മോശമാണ്, അത്രേ ഉള്ളൂ. അതിനകത്ത് നോ കോംപ്രമൈസ്. ഇനി ബുക്ക് വാങ്ങി ഇങ്ങനെ കിട്ടുന്നത് കാണാൻ വയ്യ, അതുകൊണ്ടാണ്. ഇപ്പൊ നല്ലൊരു ടൈമിൽ നിൽക്കായിരുന്നു. അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ. അത് വിമർശിച്ചിട്ട് ഒരു തിരിച്ചറിവുണ്ടായതാണ്. അതെ, അതിന്റെ ഭാഗം തന്നെയാണ് വൃഷഭയൊക്കെ, കണ്ണപ്പയൊക്കെ അതിൽ പെടും. പക്ഷെ നമുക്ക് കണ്ടിട്ട് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തതുകൊണ്ട് മാത്രമാണ് അതങ്ങനെ സംഭവിക്കട്ടെ എന്ന് പറയുന്നത്. നല്ലതാണെങ്കിൽ എല്ലാവരും കയറി കാണട്ടെ എന്നിട്ട് അങ്ങനെ തോന്നണം, അത്രേ ഉള്ളൂ. എന്താണെങ്കിലും ജൂൺ 27-നാണ് കണ്ണപ്പ വരുന്നത് കേട്ടോ. എന്തായാലും പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ വരാം. ബൈ.